ഇവിടെ എപ്പോഴാ കല്യാണം നടക്കില്ലെന്ന് എനിക്കറിയില്ല. ചില നാടുകളിൽ കാണാം കല്യാണം ഇപ്പൊ റിസപ്ഷൻ ആയിരിക്കും. അസർ കഴിഞ്ഞൊരു 4 മണി 5 മണിയോടുകൂടെ പോയാൽ ഒരു ഇശാ കഴിഞ്ഞിട്ട് വരിക. അസറിന് ഇപ്പൊ പോകുമ്പോ നിസ്കരിക്കുന്നു വെക്കാ. മഗ്രിബ് നിസ്കാരം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ അത്തരം ഫംഗ്ഷനുകളിൽ മാറ്റിവെക്കുന്ന സാഹചര്യം. എന്തിനേറെ പറയണം, വീട്ടിലൊരാൾ മരിച്ചാൽ പോലും തിരക്കാ. മരിച്ചിരിക്കാണ് വീട്ടിലൊരാൾ. അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ. അന്ന് പോലും ആ വീട്ടിലിങ്ങനെ ആള് വരികയാണ്. അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളുടെ പകലുകളിൽ ളുഹറില്ല അസറില്ല അങ്ങനെ പോവാ പാടില്ല. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നതും ആ ആർത്തവം തീരുന്നതും അവർ ശ്രദ്ധാപൂർവം കാത്തിരിക്കണം. കാരണം എന്താണെന്നറിയോ, അത് തീർന്ന് ഉടനടി അതിന്റെ കുളി നിർവഹിച്ച് അതിന്റെ തൊട്ടുടനെയുള്ള ആ വഖ്ത് അവര് നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല എങ്ങനെയാണ് അവർക്ക് പ്രതിഫലം തരിക? സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്ത സൗകര്യങ്ങളുണ്ട്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി നമ്മളെ പോലെയല്ല. റഹ്മാനായ റബ്ബ് അവർക്ക് ആർത്തവത്തിന്റെ പേരിൽ, പ്രസവരക്തം പുറപ്പെടുന്നതിന്റെ പേരിൽ അല്ലാഹു തആല അവർക്ക് കൂലി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോന്റെ കാരുണ്യം നോക്കി നിങ്ങള്. അത് ഖളാ വീട്ടാൻ പറയല്ല. അതേ സമയത്ത് അവർ തൊട്ടുടനെയുള്ള സമയം മുതൽ നിസ്കരിക്കുന്നവരാണ്. അതിന്റെ മുൻപ് അവരാ നിസ്കാരം നിർവഹിക്കുന്നവരാണ്. റഹ്മാനായ അല്ലാഹു തആല അവരാ ഉപേക്ഷിച്ചിരിക്കുന്ന, അവര് മാറ്റിവെച്ചിരിക്കുന്ന ആ നിസ്കാരത്തിന് അല്ലാഹു തആല അവർക്ക് കൂലി കൊടുക്കുകയാണ്. കണ്ടോ? പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും അവന് 6-7 ദിവസം ഒരു മാസത്തിൽ ഏതായാലും കൂലി കിട്ടുമല്ലോ. അങ്ങനല്ല. ആ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഒരു നിസ്കരിക്കണം, ശേഷം നിസ്കരിക്കണം. ചിന്തിക്കണം സഹോദരിമാര്, ചിന്തിക്കണം. ആ നിസ്കാരം തഖ്വയോടെയും വളരെ ശ്രദ്ധാപൂർവം നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിസ്കാരം പരിശീലിപ്പിക്കാനുള്ള മുഹൂർത്തം കൂടിയാണ്. ആൺകുട്ടികളുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുകയല്ല. നിങ്ങളുടെ പെൺകുട്ടികളായ വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികളുണ്ടല്ലോ, അവർക്കൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും നിസ്കാരത്തിൽ. അവരെങ്ങനെയാണ് നിസ്കാര കുപ്പായം ധരിക്കുന്നത്, എങ്ങനെയാണ് അവർ സുജൂദ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ റുകൂഅ് ചെയ്യുന്നത്. ആൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ താല്പര്യത്തോടെ പലപ്പോഴും ശ്രദ്ധിക്കുമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാറ്റിവെക്കണം. മക്കളെ കൂടെ നിർത്തി നിസ്കരിപ്പിക്കണം. അവരുടെ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. ആ നിസ്കാരങ്ങളിൽ വല്ലപ്പോഴും അവരുടെ ഔറത്ത് വെളിവാകുന്നുണ്ടോ? നിസ്കാരത്തിലുള്ള അവരുടെ ഔറത്ത്, കാലവരുടെ ഔറത്താണത് വെളിവാകുന്നുണ്ടോ? അത് ശ്രദ്ധിക്കണം. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്ന, ജാഗരൂകരാവുന്ന പെണ്ണുണ്ടല്ലോ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസ്വാമത് ശഹ്റഹാ. റമളാനിൽ അവൾ നോമ്പ് നോറ്റാൽ, ഉമ്മമാരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റമളാനിൽ 6-7 നോമ്പ് സ്വാഭാവികമായും ആർത്തവ രക്തം കാരണത്താൽ അവർക്ക് ഖളാ ആയി പോകും. പ്രസവ രക്തമുണ്ട് എങ്കിൽ അവർക്ക് ഒരുപാട് നോമ്പുകൾ ഖളാ ആയി പോകും. ദേ റമളാനിന് ഏതാനും 1 മാസവും 2-3-4 ദിവസങ്ങളുമേ ഉള്ളൂ. അത്ര തന്നെ തികച്ചില്ല. ആ നോമ്പിന്റെ മുമ്പ് കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഖളാ വീട്ടൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ആ നോമ്പ് നിങ്ങൾ വീട്ടിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട. നിങ്ങൾ നോമ്പ് ഒഴിവാക്കിയതിനും അല്ലാഹു തആലാക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ ഖളാ വീട്ടുന്നതിനും അല്ലാഹു ഇരട്ടി പ്രതിഫലമാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ വിചാരിക്കും അന്ന് നോമ്പ് ഒഴിവാക്കിയതിന് അല്ലാഹു തആല നമുക്ക് ശിക്ഷ തരാതിരിക്കും, അല്ലെങ്കിൽ കൂലൊന്നും തരൂല. അതിന് തരും. കാരണം അതും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. ഇവിടെ രണ്ടാമത് നമ്മൾ വീട്ടുമ്പോ അല്ലാഹു തആല അതിന് വേറെ നമുക്ക് തരികയാണ്. സഹോദരന്മാരൊക്കെ അത് ഓർമ്മിപ്പിക്കണം. സഹോദരിമാർ ആ വിഷയം ഗൗരവത്തോടെ ചിന്തിക്കണം. റമളാനിൽ നോമ്പ് നോറ്റാൽ വസ്വാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ, അവരുടെ മറ്റൊരു ബാധ്യതയാണ്
അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ എല്ലാ ഹറാമിൽ നിന്നും അവർ കാത്തുരക്ഷിക്കുക. ഒരനാവശ്യത്തിലേക്കും പോകാതെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് ചുറ്റുപാടുകളിൽ പ്രലോഭനങ്ങളുമായി വരുന്നവരോട് വളരെ പരുഷമായി സംസാരിച്ച് ഒരു ഹറാമിലേക്കും ഒരു തെറ്റിലേക്കും പോകാതെ സമ്പൂർണ്ണ ഈമാനോടുകൂടെ ജീവിക്കുക, അവരുടെ ഗുഹ്യസ്ഥാനം കാക്കുക. അതോടൊപ്പം അവരുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്യുക. എന്താവും? സ്വർഗം കിട്ടും. ദഖലത്ത് ജന്നത റബ്ബിഹാ. റുമൈസ ബീവി റളിയല്ലാഹു അൻഹാ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും സശ്രദ്ധം പ്രവർത്തിച്ച ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു ഹറാമിലേക്ക് പോയില്ല. സയ്യിദുന അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് ഉമ്മു സുലൈമിനെ വന്ന് കല്യാണം ആലോചിക്കുക. കല്യാണം ആലോചിക്കുമ്പോ ഉമ്മു സുലൈം പറഞ്ഞു, അബൂ ത്വൽഹ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കല്യാണം ആലോചിക്കുന്നത് വളരെ നല്ലതാണ്, എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ എനിക്കതിന് നിർവാഹമില്ല. അപ്പോൾ ചോദിച്ചു, സ്വർണമാണോ വേണ്ടത്, അതല്ല വെള്ളിയാണോ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാം, പകരം എനിക്കൊന്ന് കല്യാണത്തിന് സമ്മതിച്ചാൽ മതി, എന്നെ കല്യാണം കഴിക്കാൻ. നിങ്ങൾ വിധവയാണല്ലോ. പറഞ്ഞു, അല്ല അബൂ ത്വൽഹ, സ്വർണവും വെള്ളിയുമല്ല, ഞാനും നിങ്ങളും ആശയപരമായി വ്യത്യാസമുണ്ട്, ആദർശപരമായി നമ്മൾ വിഭിന്നരാണ്. നിങ്ങൾ കാഫിറായ ഒരു മനുഷ്യനാണ്, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിക്കൂല. ഉമ്മു സുലൈമിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഉമ്മു സുലൈം സദുപദേശം നൽകിയെന്നാണ്. പിന്നെ എങ്ങനെയാ സ്വർഗം കിട്ടാതിരിക്കുക? ചിന്തിക്കണം. മതം നോക്കാതെ, ജാതി നോക്കാതെ, ഭൗതികമായിട്ടെങ്കിലും ഒരു ഗുണം പോലും നോക്കാതെ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ ദുരുദ്ദേശത്തോടെ ഒരു മിസ് കാൾ അടിക്കുമ്പോഴേക്ക് അവന്റെ കോളുകൾക്ക് ഉത്തരം നൽകാൻ, വാട്സപ്പിൽ അവനോട് ചാറ്റിംഗ് നടത്തുവാൻ, എന്നിട്ട് അവന്റെ പിന്നാലെ പോകുവാൻ, തനിക്ക് ജന്മം നൽകിയ തന്റെ നാട്ടുകാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും വേദനിപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവരും അങ്ങനെ പോയവരും പഠിക്കേണ്ടതാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മു സുലൈമിനെ മാതൃകയാക്കണം. ഉമ്മു സുലൈം എന്താ ചെയ്തത്? അബൂ ത്വൽഹയോട് പറഞ്ഞു, അബൂ ത്വൽഹ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ അബൂ ത്വൽഹ, എങ്ങനെയാണ് മരങ്ങളെയും കല്ലുകളെയും നിങ്ങൾ ആരാധിക്കുന്നത്? ഏതെങ്കിലും മനുഷ്യന്മാര് കൊത്തിണ്ടാക്കിയ മരങ്ങളെയും കല്ലുകളൊക്കെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്? നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചുകൂടെ? വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം ഉമ്മു സുലൈം? അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബ് ഇലാ റസൂലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുക, വഅസ്ലിം, എന്നിട്ട് നിങ്ങൾ മുസ്ലിം ആവുകയും ചെയ്യുക. അതല്ലാതെ വേറെ നിർവാഹമില്ല. സഹോദരിമാർ അതൊക്കെ ചെയ്യണം. കോളേജിൽ പഠിക്കുന്ന മക്കൾ, വാട്സാപ്പ് ഉപയോഗിക്കുന്ന കുട്ടികൾ, ഏതെങ്കിലും ആളുകൾ ഇത്തരം ചിന്തകളിലേക്ക് നമ്മളെ അങ്ങ് ക്ഷണിക്കുമ്പോ അവന് ഹായ് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയല്ല, അവനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോവാതിരിക്കുക. നന്നാക്കാലോ, അംറുൽ ബിൽ മഅറൂഫ് നടത്താലോ, നഹ്യുൻ അനിൽ മുൻകർ നടത്താലോ, ചെയ്താ വലിയ പുണ്യല്ലേ? ചിന്തിക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഈ വർത്തമാനം കേട്ട് അബൂ ത്വൽഹ ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാൻ എന്തിനിങ്ങനെ ആരാധിക്കണം? അബൂ ത്വൽഹ നബിയെ കാണാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ നബിയും സ്വഹാബികളും പള്ളിയിൽ നിന്നുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, ജാഅകും അബൂ ത്വൽഹ, അബൂ ത്വൽഹ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈ,
അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും ഇസ്ലാമിന്റെ പ്രകാശം ഞാൻ കാണുന്നു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമ്മു സുലൈമിന്റെ ഈ വർത്തമാനം കേട്ട അബൂ തൽഹ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിമായി. എന്നിട്ട് ഉമ്മു സുലൈമിനെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളായിട്ട് മാറി. എന്താ ഉണ്ടായത്? ഒരു ഹറാമിലേക്ക് പോയില്ല, തെറ്റിലേക്ക് പോയില്ല. പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന 4 മാർഗങ്ങളിൽ അവസാനത്തേതാണിത്? തന്റെ ഭർത്താവിന് വഴിപ്പെടുക. അതിനും റുമൈസ മാതൃകയാണ്. തന്റെ ഭർത്താവിന്റെ ക്ഷേമം, അദ്ദേഹത്തിന്റെ സന്തോഷം, ഇതായിരുന്നു മഹദിയായ റുമൈസ ബീവിയുടെ ഭർത്താവ്, റുമൈസ ബീവിയുടെ മുഖ്യ അജണ്ട.